ഭൂവിസ്തൃതിയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രാജസ്ഥാൻ. 25 ലോക്സഭാ മണ്ഡലങ്ങൾ. 2014 ഈ 25 മണ്ഡലങ്ങളും BJPയുടെ കൈവെള്ളയിൽ വെച്ചുകൊടുത്തു ഇവിടുത്തെ വോട്ടർമാർ. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നും അധികാരം കോൺഗ്രസിന് നൽകിയതും ഇതേ വോട്ടർമാർ തന്നെ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ഇനി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുന്നുണ്ടോ? വോട്ടർമാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് രാജസ്ഥാനിലെ രാജവിധി. എനിക്ക് പിറകിൽ രാജസ്ഥാൻ നിയമസഭ. ജയ്പൂരിൽ നിന്നും നമ്മൾ അന്വേഷിച്ചു തുടങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർത്തമാനം. अब की बार हिंदुओं की सरकार, अब की बार राष्ट्र की सरकार. इस देश का भविष्य इस चुनाव का मुद्दा है. So I am fully confident that I will win. അന്നത്തെ സമയം മോദി തോക്കൂല എന്നുള്ളൊരു മിത്തുണ്ട്. ആ മിത്ത് ഈ കഴിഞ്ഞ MLA ഇലക്ഷനിൽ മാറിക്കഴിഞ്ഞു. उनकी विचारधारा BJP की है, RSS की है, और मेरी विचारधारा है आम जनता से जुड़ी हुई. हमारा हिसाब से तो अपने अजमेर जिला में कांग्रेस आता था. ठीक है. സംസ്ഥാന ഭരണം പിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ 5 വർഷത്തെ മോദി ഭരണത്തെ ചോദ്യം ചെയ്തും ന്യായ് പദ്ധതിയും പ്രാദേശിക വികസന പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ മാഹാത്മ്യങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിയും കോൺഗ്രസ് ഒരു വശത്ത്. തീവ്രദേശീയതയും തീവ്ര ഹിന്ദുത്വവും മാത്രം പറഞ്ഞ സൈനിക നീക്കങ്ങളെയും പാകിസ്ഥാനെയും വിഷയമാക്കിയും ദേശവികാരം ഇളക്കിവിട്ടും വികസനത്തെക്കുറിച്ചൊരു വാക്ക് മിണ്ടുക പോലും ചെയ്യാതെയും BJP മറുവശത്ത്. 17ാം ലോക്സഭയിലേക്ക് അംഗം മുറുകിയ പകുതിയിലധികം മണ്ഡലങ്ങൾ കഴിഞ്ഞ ഘട്ടത്തിൽ വിധിയെഴുത്ത് പൂർത്തിയാക്കിയ രാജസ്ഥാൻ എന്ന വലിയ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇതാണ്. മറ്റൊരു പാർട്ടിക്കും പ്രാധാന്യമില്ലാത്ത വിധം കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടമാണ് ഇവിടെ. ഒരറ്റത്ത് ഥാർ മരുഭൂമി, അതിനിടയിൽ പാകിസ്ഥാനുമായുള്ള അതിർത്തി. മണൽക്കാടിന് ഇപ്പുറം പരന്നു കിടക്കുന്ന ഭൂമിയിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവർ ഉണ്ട്. അവർക്കിടയിൽ രാജകീയ പാരമ്പര്യം പേറുന്ന കോടീശ്വരന്മാരും രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന വീഥികളും നിർമ്മിതികളും ശേഷിപ്പുകളും. അങ്ങനെ ബഹുസ്വര ഇന്ത്യയുടെ പരിച്ഛേദമായി രാജസ്ഥാൻ. तो चांदी रोया आसमान. 25 ലോക്സഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. കൊടും ചൂടേറ്റ് തൊലിയുരിയുന്ന നാട്ടിൽ എല്ലായിടത്തും ജലദൗർലഭ്യം ഒരു പൊതുപ്രശ്നമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തെരഞ്ഞെടുപ്പ് വിഷയമായി എല്ലായിടത്തും കുടിവെള്ള പ്രശ്നമുണ്ട്. आपका गांव में क्या है बड़ा मुद्दा, क्या दिक्कत है, क्या रोड चाहिए, पानी को नमा का पानी बना परेशान दुखी. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ ചില കാര്യങ്ങൾ രാജസ്ഥാനിലുണ്ട്. മാസങ്ങൾക്ക് മുൻപേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അക്കൂട്ടത്തിൽ പ്രധാനം. അതിന്റെ ഫലം BJPയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് കോൺഗ്രസ് തിരികെ വന്ന തെരഞ്ഞെടുപ്പ്. 200 അംഗ നിയമസഭയിൽ സ്വതന്ത്രരായി ജയിച്ചവരടക്കം ഇന്ന് കോൺഗ്രസിന്റെ അംഗബലം 112. ഈ ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പണ്ട് അന്ന് നോക്കുമ്പോൾ അന്നത്തെ സമയം മോദി തോക്കൂല എന്നുള്ളൊരു മിത്തുണ്ടായിരുന്നു. അതായത് മോദി ദൈവത്തിൻ്റെ അവതാരമാണ്, മോദിയെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല, മോദി ആയിരിക്കും ഇന്ത്യയെ നിർമ്മിക്കാൻ വേണ്ടി ദൈവം ഇറക്കിയ ഒരാളെന്നുള്ള ഒരു മിത്ത് ഇവിടെ
ചില യുവജനക്കാർ തലയിലുണ്ടായിരുന്നു. ആ മിത്ത് ഈ കഴിഞ്ഞ MLA ഇലക്ഷനിൽ മാറിക്കഴിഞ്ഞു. എന്നാൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലങ്ങളിലേക്ക് കടന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വികാരമല്ല ജനങ്ങൾക്കുള്ളത് എന്ന് വ്യക്തം. തീവ്ര ഹിന്ദുത്വ ദേശീയവാദങ്ങളും വർഗീയ പ്രചാരണങ്ങളും കൊണ്ട് ഉഴുതെടുത്ത മണ്ണിൽ BJPക്കും വ്യക്തമായ വളക്കൂറുണ്ട്. मोदी ने क्या नहीं किया, पूरे देश के लिए अच्छा किया है. सबसे बड़ा जो मेन उसका मुद्दा हमारे को ये लगता है कि जब से मोदी बना है, एक तो हमारे पास आतंकवाद का कोई बम नहीं छूटा इंडिया के अंदर, दूसरा किसी तरह के कोई राइट्स नहीं हुए. हर जगह पे उसने अपना प्रशासनिक किया, विदेशों में हमारे संपर्क अच्छे रहे. जो इंडिया के लोग, इंडिया का PM पीछे खड़ा होता था, अमेरिका के पीछे ऐसे झुक के खड़ा होता था मनमोहन सिंह, आज जब मोदी खड़ा होता है ऐसा लगता है कि हमारा कोई शेर खड़ा है. കഴിഞ്ഞ ഘട്ടത്തിൽ രാജസ്ഥാനിൽ വിധിയെഴുത്ത് നടന്നത് 13 മണ്ഡലങ്ങളിലാണ്. അവിടെ എങ്ങനെയാണ് പാർട്ടികൾ ഏറ്റുമുട്ടിയത് എന്ന പരിശോധന അതിപ്രധാനം. ഇത് ജോധ്പൂർ പട്ടണം, രാജസ്ഥാനിൽ രാജകീയ ശേഷിപ്പുകൾ ബാക്കിയുള്ള നഗരങ്ങളിൽ ഒന്ന്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ശ്രദ്ധേയമായ പോരാട്ടമാണ് നടക്കുന്നത്. BJPക്കായി സിറ്റിംഗ് MPയും കേന്ദ്രമന്ത്രിയുമായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കോൺഗ്രസ് രംഗത്തിറക്കിയത് സംസ്ഥാന മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ടിനെ. തീപാറും പോരാട്ടം നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായ മണ്ഡലമാണ് ജോധ്പൂർ. 39-കാരനായ വൈഭവ് ഗെഹ്ലോട്ടിന് ഇത് കന്നി അംഗമായിരുന്നു. ജോധ്പൂരാകട്ടെ അച്ഛനെ 5 തവണ ലോക്സഭയിലെത്തിച്ച സ്വന്തം തട്ടകവും. അതിനാൽ പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല വൈഭവിന്. No, I'm fully confident that I'll win, and the people will vote for me in the coming elections, and it's a vote for the development. സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ അധികാരവും ഉപയോഗിച്ചാണ് ഈ മണ്ഡലത്തിൽ വൈഭവ് ഗെഹ്ലോട്ട് തങ്ങളെ നേരിടുന്നത് എന്നതാണ് BJPയുടെ ആരോപണം. എന്നാൽ തോൽവി നേരിൽ കാണുന്നവന്റെ ഭയവും ദുരാരോപണവുമാണ് ഇതെന്ന് വൈഭവ് തിരിച്ചടിക്കുന്നു. ये बौखलाहट की वजह से है, उनकी बौखलाहट है जिस वजह से इस तरह के आरोप लगाए जा रहे हैं. जो लोग जनता जानती है, जो लोग जानती है जनता किस तरह के माननीय मुख्यमंत्री जी का आचरण और अपने पूरा सादा जीवन रहा है, वो इस तरह की चीज़ों में कभी शामिल होते ही नहीं है. എതിരാളി ഗജേന്ദ്ര ഷെഖാവത്ത് ചില്ലറക്കാരനല്ല. 2014 കന്നി അംഗത്തിൽ തന്നെ 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി. പുറമെ മണ്ഡലത്തിൽ വേരോട്ടമുള്ള രാജ്പൂത് വിഭാഗക്കാരനും. कितने कॉन्फिडेंट है इस बार आप चुनाव में? 100%. जोधपुर से अप्रत्याशित परिणाम आएगा, आया था और फिर आएगा. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് മുഖ്യമന്ത്രി തന്നെയായാലും ഭയമില്ല എന്നായിരുന്നു ഷെഖാവത്തിന്റെ മറുപടി. मेरे मतदाताओं के साथ में मेरा सहज संबंध मेरी ताकत है, मेरी एक्सेसिबिलिटी मेरी ताकत है, और उस ताकत और क्षमता के बल पर मुख्यमंत्री का बेटा या मुख्यमंत्री स्वयं भी चुनाव लड़ने आते, मुझे कोई डर नहीं. വികസനത്തിനും മറ്റ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് സ്ഥാനാർത്ഥിയുടെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഉത്തരേന്ത്യയിൽ ജാതി എന്നത്. രാജസ്ഥാൻ അത്തരമൊരു ജാതീയ രാഷ്ട്രീയത്തിന് അതിശക്തമായ വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ രാജ്പുത് വിഭാഗക്കാരനായ ഷെഖാവത്തിന് ജാതിയാനുകൂല്യം വലിയ സാധ്യതയാണ്. എന്നാൽ സർവ്വജാതി മതവിഭാഗങ്ങൾക്കിടയിലും ജനകീയനാണ് അശോക് ഗെഹ്ലോട്ട്. അങ്ങനെയൊരാൾ സ്വന്തം മകന്റെ ജയത്തിന് 18 അടവും പയറ്റുമെന്ന ഭയം BJP ക്യാമ്പിൽ ജോധ്പൂരിൽ ശക്തമായുണ്ട്. ശക്തമായ ഹിന്ദുത്വ വർഗീയ സ്വഭാവമുള്ള പ്രചാരണത്തിന് സാക്ഷ്യം വഹിച്ച ശേഷമാണ് ജോധ്പൂർ മണ്ഡലം വിധിയെഴുതിയത്. സമീപ മണ്ഡലങ്ങളിലും ഇതേ തന്ത്രം തന്നെ BJP പയറ്റി. ഇത് ജോധ്പൂർ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി രാവണ രജ്പൂത് മഹാസഭ നടത്തിയ പ്രചാരണ പരിപാടി. രാജകുടുംബാംഗവും സന്യാസിയുമായ അഭയ് രാജ് വോട്ട് ചോദിക്കുന്നത് കേൾക്കൂ. വരാനിരിക്കുന്ന हिंदू सरकार വേണ്ടി. और अब हिंदुओं की सरकार, अब की बार हिंदुओं की सरकार, अब की बार राष्ट्र की सरकार, अब की बार देश की सरकार, और वह तभी संभव है. ഇതാണ് സ്ഥിതി. ഈ രീതിയിലായിരുന്നു പ്രചാരണം. ജോധ്പൂരിനപ്പുറത്തുള്ള ബാഡ്മേർ, പാലി, ഉദയ്പൂർ, ചിറ്റോർഗഡ് അടക്കം എല്ലായിടത്തും കഴിഞ്ഞ ഘട്ടത്തിൽ ഈ രീതിയിൽ BJP വോട്ട് ചോദിച്ചു. ബാഡ്മേറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന് സൂചിപ്പിച്ച് പ്രസംഗിച്ചത്. BJPക്കൊപ്പം നിൽക്കണോ കോൺഗ്രസിനൊപ്പം നിൽക്കണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്ന വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ ഇത്തരം പ്രസംഗങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും
BJPക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്തവം. എന്നാൽ ഇങ്ങനെ തീവ്ര ദേശീയതയും തീവ്ര ഹിന്ദുത്വവും പറഞ്ഞ് BJP വല വിരിച്ചു നടത്തുന്ന പ്രചാരണത്തിലും വീഴാതെ വളരെ കാര്യഗൗരവത്തോടെ വിഷയാധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും വികസന പ്രശ്നങ്ങളിലൂന്നി ചിന്തിക്കുകയും ചെയ്യുന്ന വോട്ടർമാരും യുവാക്കളും രാജസ്ഥാനിലുണ്ട്. पूरे राजस्थान की अपन बात करें जो लास्ट चुनाव में जो बीजेपी को एक तरह से देखा जाए तो क्लीन स्वीप मिला था, एक तरफा बहुमत मिला था, वो इस बार देखने को नहीं मिल रहा. बीजेपी को अपना पूरा पसीना बहाना पड़ रहा है यहाँ पे और कम से कम 7 से 8 सीट बीजेपी के हाथ से निकलने की चांसेस है इस बार कम्प्लीटली, लेकिन क्लीन स्वीप 100% नहीं मिलने के चांस है. രാജ്യത്തെല്ലായിടത്തുമെന്ന പോലെ BJP സർക്കാരിൽ അതൃപ്തരാണ് രാജസ്ഥാനിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളും. ഞങ്ങളുടെ ഡ്രൈവറും ബാഡ്മേർ മണ്ഡലത്തിലെ വോട്ടറുമായിരുന്ന ലിയാഖത്തിന്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു. हमारे गांव में मतलब बॉर्डर से 1-2 किलोमीटर पहले गांव है, तो आज तक ऐसा कोई हादसा होना या कोई ऐसा लटरम पटरम, हालांकि आते हैं कोशिश करते हैं पर सबकी सहमति से वो नाकाम रहते हैं. उनको नफरत फैलाने आते हैं कि आप ये करो वो करो ऐसा कुछ, बट वो पॉसिबल नहीं है. वहाँ के लोग समझदार हैं. ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ബാഡ്മേർ, സവായ് മാധേപൂർ, ജയ്പൂർ, ജയ്പൂർ റൂറൽ, അങ്ങനെ. ഈ മണ്ഡലങ്ങളിലെ ചിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് രാജസ്ഥാന്റെ മൊത്തം തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുക. ജയ്പൂർ റൂറൽ മണ്ഡലം സംസ്ഥാന തലസ്ഥാനമായ ജയ്പൂർ പട്ടണത്തിന്റെ പടിഞ്ഞാറേ വശത്ത് നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന മണ്ഡലം. രാഷ്ട്രീയ പോരിനപ്പുറം ഈ മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. BJPയും കോൺഗ്രസും രംഗത്തിറക്കിയത് ഒളിമ്പ്യന്മാരായ രണ്ടുപേരെ. കേന്ദ്രമന്ത്രിയും ഷൂട്ടിംഗ് താരവുമായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് BJP ടിക്കറ്റിൽ വീണ്ടും ജനവിധി തേടുന്നു. അദ്ദേഹത്തെ എറിഞ്ഞിടാൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് കൃഷ്ണ പൂനിയയെ, ഡിസ്കസ് ത്രോ താരം. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം ചൂടി. 3 തവണ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഫീൽഡിൽ എറിഞ്ഞു തിളങ്ങി. ആ ഗരിമയിലാണ് പോരാട്ടം. इस बार कितनी कॉन्फिडेंट है आप जयपुर रूरल में? फुल कॉन्फिडेंट हूँ. जैसे गेम में होती थी वैसे ही इसमें है. आप देख नहीं रहे बड़े बुजुर्ग कितना आशीर्वाद दे रहे हैं, कितना खुशी हो के मुझसे मिल रहे हैं. तो वो दिल से खुशी है कि मैं इन सब के बीच में प्रत्याशी हूँ. 2013 പൂനിയ കോൺഗ്രസിലെത്തുന്നത്. അക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സാധുൽപൂർ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തുള്ളൂ. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിനൊടുവിൽ വിജയത്തിലേക്ക് ഡിസ്കസ് എറിഞ്ഞു. അങ്ങനെ സിറ്റിംഗ് MLA ആയിരിക്കെയാണ് കൃഷ്ണ പൂനിയ ഇപ്പോൾ ജയ്പൂർ റൂറൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. രാജ്യവർദ്ധൻ സിംഗിനെതിരെ മർമ്മമറിഞ്ഞുള്ള രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ കൂടിയായിരുന്നു ഇവർ. എതിരാളിയും ഒരു കായിക താരമാണല്ലോ എന്ന ചോദ്യത്തിന് തികഞ്ഞ രാഷ്ട്രീയ തെളിമയുള്ള മറുപടിയുണ്ട് കൃഷ്ണ പൂനിയയ്ക്ക്. नहीं, उनके साथ लड़ाई नहीं है, विचारधारा की लड़ाई है. उनकी विचारधारा BJP की है, RSS की है, और मेरी विचारधारा है आम जनता से जुड़ी हुई, गरीब की आवाज़ को मजबूत बनाने की, किसानों की आवाज़ बनने की, और हर उस वर्ग को जो कांग्रेस पार्टी ने मजबूती प्रदान की है, तो हम कांग्रेस की विचारधारा के साथ और योजनाओं के साथ आगे बढ़ रहे हैं. മണ്ഡലത്തിൽ രാജ്യവർദ്ധൻ സിംഗിനത് 2ാം അംഗമാണ്. 2014 അദ്ദേഹം ജയിച്ചത് 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഇപ്പോൾ നില ഭദ്രമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം മണ്ഡലത്തിൽ മേൽക്കൈ കോൺഗ്രസിനാണ്. കായിക താരം കൂടിയായ കൃഷ്ണ പൂനിയ എതിരാളിയായി എത്തിയതോടെ പോരാട്ടം കൂടുതൽ കനത്തു. മോദിയെ ഉയർത്തിക്കാട്ടിയാണ് ഇവിടെയും BJPയുടെ വോട്ട് ചോദ്യം. हमने काम करके दिखाया है. मोदी जी की ईमानदारी देश भर में सबको पता है. मोदी जी का जो काम करने का तरीका है वो भी पूरे देश को पता है. और अगर कोई वाकई में गांव में गरीब की, महिला की, बुजुर्गों की कोई सोचता है तो वो प्रधानमंत्री मोदी जी है, जो इनके लिए लड़ने को तैयार रहते हैं, इनके लिए काम करने को तैयार रहते हैं. തിങ്കളാഴ്ചയാണ് ജയ്പൂർ റൂറൽ മണ്ഡലത്തിൽ വോട്ടെടുപ്പ്. തൊട്ടടുത്തുള്ള ജയ്പൂർ മണ്ഡലം, അതായത് തികച്ചും നഗരകേന്ദ്രീകൃതമായ സീറ്റ്, അവിടെയും വിധിയെഴുത്ത് അന്നാണ്. ജയ്പൂർ റൂറൽ എന്ന പോലെ ഇവിടെയും കോൺഗ്രസിന് അനുകൂല തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ പ്രതീക്ഷ.
മണ്ഡലത്തിൽ 48 വർഷത്തിന് ശേഷം ഒരു വനിത സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട്. കോൺഗ്രസിന് വേണ്ടി മുൻ മേയർ കൂടിയായ ജ്യോതി ഖണ്ഡേൽവാലാണ് മത്സരിക്കുന്നത്. पूरी आश्वस्त हूँ, जयपुर की जनता का पहले भी प्यार दुलार समर्थन मिला है और आगे उससे ज्यादा मिलेगा, भरपूर मिलेगा. जयपुर में ऐतिहासिक जीत होगी. ബിജെപിക്കായി സിറ്റിംഗ് എം പി രാംചരൺ ബോഹ്റ. ഈ 2 മണ്ഡലങ്ങളിലും BSPയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ദളിത് വോട്ടുകൾ അതിനിർണായകമല്ലെങ്കിലും BSPയുടെ സാന്നിധ്യം കോൺഗ്രസിന് തിരിച്ചടിയാകും. രാജസ്ഥാനിൽ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന അധികാരം പിടിച്ച കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കർഷകർ കോൺഗ്രസിനെയോ BJPയെയോ അതോ മറ്റുള്ളവരെയോ ആണോ പിന്തുണയ്ക്കുക? ആർക്കാണ് ആ വോട്ട് കിട്ടുക? നിർണായകമാണ് ഈ ചോദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഓരോ മണ്ഡലത്തിലും ശക്തമായി എതിർത്തുനിന്ന് വിജയിച്ച കോൺഗ്രസിനെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കണ്ടത്. അത്രത്തോളം പോരാട്ട വീര്യം ആ പാർട്ടിക്ക് ഇപ്പോൾ പുറത്തെടുക്കാനാകുന്നില്ല. നേതാക്കളായ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഗ്രൂപ്പ് നോക്കി വീതം വെച്ചെടുത്ത മണ്ഡലങ്ങൾ. ആ കളി ചിലയിടത്തെങ്കിലും പ്രവർത്തകരിൽ നിരാശ പടർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അജ്മീർ മണ്ഡലം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ റിജു ജുൻജുൻവാലയാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സച്ചിൻ പൈലറ്റിനോടുള്ള അടുപ്പം സമ്മാനിച്ച ടിക്കറ്റ്. പക്ഷേ പാർട്ടി ഒറ്റക്കെട്ടാണെന്നും പ്രശ്നങ്ങളിലൊന്നും വിജയം സുനിശ്ചിതമാണെന്നും പ്രചാരണ സമിതി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. प्रचार बहुत तेजी से चल रहा है, जनता का रेस्पॉन्स खूब मिल रहा है और हमें पूरा विश्वास है कि हम सीट जीत करके दिल्ली जाएंगे. തുരുമ്പരിച്ച് കട്ടപ്പുറത്തേറിയ ഒരു ട്രാക്ടറാണിത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ കണ്ട ഈ ട്രാക്ടറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് ഈ രാജ്യത്ത് മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ കർഷകന്റെ സ്ഥിതി ഏതാണ്ട് ഈ ട്രാക്ടർ പോലെയാണ്. അരികവൽക്കരിക്കപ്പെട്ട ജീവിതം. കഴിഞ്ഞ 5 വർഷം അവർ ദുരിതത്തിന്റെ തീവ്രത അനുഭവിച്ചു. തെരുവുകളിൽ സമരം നമ്മളേറെ കണ്ടു. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷക മുദ്രാവാക്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഏറെ പ്രസക്തിയേറിയതാണ്. കർഷകരടക്കമുള്ളവരെ ലക്ഷ്യം വെച്ച് മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉന്നയിച്ച ന്യായ് പദ്ധതി, അതിനെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു കൂട്ടം കർഷകർ രാജസ്ഥാനിലുണ്ട്. സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 2 ലക്ഷം വരെ കാർഷിക വായ്പ എഴുതി തള്ളിയിരുന്നു. ആ നടപടിയുടെ ഗുണഭോക്താക്കൾ കൂടിയാണ് ഇവർ. बरसात भी कमी है, किसान तो वो बहुत दुखी भी है सर, ठीक है नहीं. और यूँ वैसे भी कांग्रेस गवर्नमेंट ने किसानों की सहायता ही दी, ठीक है नहीं. लोनिंग किसानों को माफ़ किया, ठीक है नहीं. लेकिन BJP ने पहले कहा था किसान का कर्ज माफ़ करेंगे 50,000 रुपया, वो भी नहीं हुआ उनसे, ठीक है ना. तो कांग्रेस सरकार ने 2 लाख रुपए तक का लोनिंग माफ़ किया है. आपको उसका फायदा मिला? हमारे को उनका फायदा मिला 1 लाख रुपए का, ठीक है ना. तो ये कांग्रेस गवर्नमेंट तो किसानों की है और किसानों का ही भला करती है, ठीक है ना. BJP तो खाली धांसे देती है. ഇത്തവണ കോൺഗ്രസിന് വോട്ട് നൽകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ കർഷകർക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. നോട്ട് നിരോധനം. बहुत नुकसान हुआ ना जी. जो छोटे व्यापारी है वो सब मर गए, ठीक है ना. और लोगों के वो पैसे लेडीज के थे ब्याह शादी के लिए भी, वो भी उन्होंने निकला दिए और लैंड के अंदर खड़े करवा दिए कि खुद के पैसे और लैंड के अंदर खड़े करवा दिए. ये BJP की मोदी जी के काम है. എന്നാൽ മോദിയിൽ വിശ്വാസം ബാക്കിയുള്ള ഒരു കൂട്ടം കർഷകരുമുണ്ട് രാജസ്ഥാനിൽ. किसानों के लिए फायदा है बड़ा. कोई देते हैं, BJP वाले देते हैं, कांग्रेस वाले तो कम देते हैं थोड़ा बहुत. अभी फिर वापस मोदी जी को चुनना है. मोदी को चुनना है. हाँ. क्यों, किस कारण से? हाँ, 5 साल अच्छा राज किया. BJPയുടെ വസുന്ധര രാജെ സിന്ധ്യ സർക്കാരിനെതിരെ പോയ വർഷങ്ങളിൽ റോഡ് ഉപരോധിച്ച് സമരം ചെയ്തും സമ്മർദ്ദം ചെലുത്തിയും ആവശ്യങ്ങൾ നേടിയെടുത്തവരാണ് രാജസ്ഥാനിലെ കർഷകർ. തികഞ്ഞ പോരാട്ട വീര്യമുള്ള ജനത. CPM അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേരോട്ടമുള്ള സീക്കർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു മിക്ക കർഷക സമരങ്ങളും. ആ മുന്നേറ്റത്തിന് പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്ന് 2 MLA-മാരെ CPM-ന് ലഭിച്ചു. ഇപ്പോൾ മുൻ കിസാൻ സഭാ നേതാവ് കൂടിയായ അംബ്രാറ ഈ തെരഞ്ഞെടുപ്പിൽ സീക്കർ ലോക്സഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയാണ്. ചുരു അടക്കം സമീപ പ്രദേശങ്ങളിലെ മറ്റു 2 മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തികഞ്ഞ വളക്കൂറുള്ള മണ്ണാണ് രാജസ്ഥാൻ.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വസുന്ധര രാജ സിന്ധ്യ സർക്കാരിനെതിരായ വിരുദ്ധ വികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായ തരംഗവും ചിന്തയും വോട്ടർമാർക്കിടയിൽ ശക്തവുമാണ്. ഈ ഘടകങ്ങൾ BJPക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പും ഒട്ടും വിശ്വാസത്തിലും പ്രതീക്ഷയിലും പിന്നിലല്ല. സംസ്ഥാന ഭരണത്തിന്റെ ആനുകൂല്യം തുണക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. 12 മുതൽ 17 സീറ്റ് വരെ ആഞ്ഞു പിടിച്ചാൽ പോരുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയെല്ലാം വോട്ടർമാരുടെ കൈകളിൽ.